കുട്ടനാടിൻ്റെ വടക്കേ അതിർത്തിയിലെ ഒരു ഗ്രാമമാണ് കല്ലറ. കോട്ടയം ജില്ലയിൽ വൈക്കം താലൂക്കിൻ്റെ തെക്ക് കിഴക്കാണ് ഈ ഗ്രാമത്തിൻ്റെ സ്ഥാനം. മറ്റ് ഉൾനാടൻ ഗ്രാമങ്ങളെപ്പോലെ പരിഷ്കാരം എത്തിയിട്ടില്ലാത്ത വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന പ്രദേശം. കളമ്പുകാട് തോടിന് വടക്ക് കിടക്കുന്ന പ്രദേശവും മുണ്ടാർ, പറവന്തുരുത്ത്, പെരുന്തുരുത്ത്, മണിയന്തുരുത്ത് പ്രദേശങ്ങളും കല്ലറയുടെ ഭാഗമാണ്. ാടും ഒരു ഹരിത ചാരുതീരം, പുഴയോരം കളമേളം, കവിത പാടും തീരം. ഭരണപരമായി ആദ്യകാലത്ത് പെരുന്തുരുത്ത് തോട് വരെ കടുത്തുരുത്തി ആസ്ഥാനമായി ഭരിച്ചിരുന്ന വടക്കങ്കൂർ രാജാവിൻ്റെയും പെരുന്തുരുത്ത് തോടിന് തെക്ക് പ്രദേശം കുടമാളൂർ ആസ്ഥാനമായി ഭരിച്ച തെക്കങ്കൂർ രാജാവിൻ്റെയും ഇരു രാജ്യങ്ങളുടെയും അതിർത്തിയായ പെരുന്തുരുത്ത് തോടിൻ്റെ കിഴക്ക് ഭാഗത്ത് ചുങ്കം പിരിവ് നടത്തിയിരുന്നു. പിൽക്കാലത്ത് ഈ സ്ഥലം ചുങ്കം എന്ന പേരിൽ അറിയപ്പെട്ടു. ഇങ്ങനെ എത്രയോ കേട്ടറിവുകൾ. പെരുന്തുരുത്ത് കൊല്ലംപറമ്പിക്കവല മുതൽ മണിയന്തുരുത്ത് വരെയുള്ള റോഡ് അന്നുണ്ടായിരുന്നില്ല. എൻ്റെ പഞ്ചായത്തിൻ്റെ ആദ്യത്തെ വർക്കാണ് ആ റോഡ്. കേരളത്തിൻ്റെ മുഖ്യധാരയിൽ കല്ലറയുടെ ഭൂപടം എത്തുവാൻ, വികസനത്തിൻ്റെ പാതകൾ ഒരുക്കുവാൻ ഈശ്വരൻ ജന്മം നൽകി അനുകരിച്ച ദൈവദൂതൻ വഴിയച്ചൻ എന്ന വിളിപ്പേരിൽ അലങ്കൃതമായ പ്രിയ ബഹുമാനപ്പെട്ട ഫാദർ തോമസ് വിരുത്തിയിൽ. കല്ലറ ഗ്രാമത്തെ വെച്ചൂർ ഗ്രാമവുമായി ബന്ധിപ്പിക്കുന്ന ആദ്യ റോഡ് പാടശേഖരങ്ങളുടെ നടുവിലൂടെ 8 മീറ്റർ വീതിയിൽ കിലോമീറ്ററുകൾ ദൂരം. ഈ തുടക്കം കല്ലറയുടെ വികസനത്തിന് വഴിതെളിച്ചു. മുൻ മന്ത്രിമാരും കടുത്തുരുത്തി വൈക്കം MLA മാരും നേതൃത്വം കൊടുത്ത ഈ വികസന പാതയ്ക്ക് മുൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ശ്രീ മോൻസി ജോസഫ് പ്രത്യേക ശ്രദ്ധ നൽകി മിനി ഹൈവേ ആക്കി മാറ്റി. വഴിയച്ചൻ എന്ന പ്രതിഭാധനനാണ് മഹത്തായ ഈ വികസനത്തിൻ്റെ ശില്പി. കല്ലറ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചോളം നമുക്കറിയാം, കോട്ടയം ജില്ലയിലെ ഏറ്റവും വിസ്തൃതി കുറഞ്ഞ, ജനസംഖ്യാ പോപ്പുലേഷൻ കുറഞ്ഞ ഒരു ഗ്രാമപഞ്ചായത്താണ്. ഈ ഗ്രാമപഞ്ചായത്ത് 1962 നമ്മുടെ പഞ്ചായത്തിൽ ഇവിടെ നിലവിൽ വരികയും തലയാളത്തിൻ്റെയും മധുരവേലിയുടെയൊക്കെ ഭാഗമായിരുന്ന ചില പ്രദേശങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഗ്രാമപഞ്ചായത്ത് നമുക്കിവിടെ സ്ഥാപിതമായിരുന്നത്. മറ്റ് സാമുദായിക സന്തുലനാവസ്ഥ ഏറ്റവും നല്ല രീതിയിൽ സമുദായങ്ങൾ ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുന്ന എല്ലാ സമുദായങ്ങളും മതമൈത്രി കാത്തു സൂക്ഷിക്കുന്ന ഒരു ഗ്രാമപഞ്ചായത്ത് കൂടിയാണ് ഇവിടെ. ഭരണകക്ഷിയായാലും പ്രതിപക്ഷമായാലും എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് ജനങ്ങളുടെ ഹിതത്തിന് വേണ്ടി മാത്രം പ്രവർത്തിച്ച് മുന്നേറുന്ന ഒരു ഗ്രാമപഞ്ചായത്താണ്. ഏകദേശം 30 ചതുരശ്ര കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്ന കല്ലറയുടെ വിസ്തൃതിയിൽ പകുതിയിലേറെ നെൽപ്പാട ശേഖരമാണ്. മുൻകാലത്ത് യാത്രാ സൗകര്യം വള്ളങ്ങളിലായിരുന്നു. തുടർന്ന് നീണ്ടൂർ വില്ലേജ് ഹാൾ വരെ കോട്ടയത്ത് നിന്ന് ബസ് സൗകര്യം. കല്ലറയിൽ നിന്നും വള്ളത്തിൽ നീണ്ടൂരിലെത്തി ബസ് യാത്ര കോട്ടയത്തിന്.
നാട്ടുവൈദ്യന്മാർക്ക് പുറമെ അലോപ്പതി ആശുപത്രി വൈക്കത്തും. പാണ്ഡവരുടെ അജ്ഞാതവാസക്കാലത്ത് യുധിഷ്ഠിരനാൽ പ്രതിഷ്ഠിക്കപ്പെട്ടതാണ് പാണ്ഡവൻ കുളങ്ങര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രവും ഭഗവതി ക്ഷേത്രവും എന്നാണ് ഐതിഹ്യം. കരുണാമയനാം ദൈവത്തിൻ കൃപയൊഴു. സെൻറ് തോമസ് പഴയ കല്ലറ പള്ളിയുടെ ചരിത്രം AD 1890 ആരംഭിക്കുന്ന ഈ പ്രദേശത്തുള്ള ജ്ഞാനായ കത്തോലിക്ക ക്രൈസ്തവ കൂട്ടായ്മയുടെ ആരംഭമാണ്. മാസക്കൂട്ടമായിട്ട് തുടങ്ങിയതാണ് ഈ സെൻറ് തോമസ് പള്ളി. 1896 പള്ളി കെട്ടിടം പണി ആരംഭിച്ചു. 1900 ഏപ്രിൽ 22 അന്നത്തെ ചങ്ങനാശ്ശേരി രൂപതാധ്യക്ഷനായിരുന്ന അഭിവന്ദ്യ മാക്കീൽ മത്തായി മെത്രാൻ്റെ സൂചനയായിട്ടാണ് ഇവിടെ പ്രഥമ ബലി അർപ്പിക്കുവാൻ അവസരമുണ്ടായത്. 1959 ജൂലൈ 2 പുതിയ പള്ളി തോമസ് തറയിൽ പിതാവ് ഇപ്പോഴുള്ള ഈ പള്ളി വെഞ്ചരിച്ചു. 2000 അതിൻ്റെ ശതാബ്ദി ആഘോഷം നടക്കുകയുണ്ടായി. ഈ പ്രദേശത്തുള്ള നാനാജാതി മതസ്ഥർക്ക് പ്രാർത്ഥനയ്ക്കുള്ള അഭയസങ്കേതമായിട്ടാണ് ഈ ദേവാലയം ഇവിടെ നിലകൊള്ളുക. ഇതാണ് കല്ലറ പഴയവേലി പള്ളിയിലെ യുവജന സമൂഹം. വളരെ പുരാതനമായ ക്ഷേത്രമാണ് പെരുന്തുരുത്ത് ഇടമന ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. കൈപ്പുഴ ആമന്തൂർ കുടുംബവകയായിരുന്നു ഈ ക്ഷേത്രം കുമാരനെല്ലൂർ ദേവിക്ക് സമർപ്പിച്ചതാണ് എന്നത് ഐതിഹ്യമാണ്. ഇപ്പോൾ കുമാരനെല്ലൂർ ഊരായ്മ ദേവസ്വമാണ് ക്ഷേത്രത്തിൻ്റെ അധികാരികൾ. ഇതിൻ്റെ കാലപ്പഴക്കം കൃത്യമായി നിർണ്ണയിക്കുവാൻ സാധിച്ചിട്ടില്ല. ഇത് ഈ കര നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കാട് പിടിച്ച് കിടക്കുകയാണ് എന്നും ഇവിടെ ഒരു ക്ഷേത്ര അവശിഷ്ടം ആ കാലത്ത് കാടിനുള്ളിലുണ്ടായിരുന്നു. കൈപ്പുഴ ഭാഗത്തുള്ള ഒരു ജന്മി ഒരിക്കൽ നായാടിനായി മൃഗങ്ങളെ വേട്ടയാടുന്നതിനായി ഈ കാട്ടിലെത്തുകയും ഇവിടെ ഈ പ്രദേശത്ത് വന്നിട്ട് ഒരു മൃഗത്തെ പോലും കാണാതിരിക്കുകയും ചെയ്ത സാഹചര്യമുണ്ടായിരുന്നു എന്ന് പറയും. അതിൻ്റെ കാരണം ഇവിടെ അന്ന് നിലവിലുണ്ടായിരുന്ന ഈ മൃഗങ്ങളൊന്നും എത്താത്തതിൻ്റെ കാരണം വളരെ ചൈതന്യവത്തായ ഈ ക്ഷേത്രമാണ്. അതിൻ്റെ വിഗ്രഹം അനാഥാവസ്ഥയിൽ കിടന്ന വിഗ്രഹമാണ് എന്ന് കണ്ടുകൊണ്ട് അദ്ദേഹം അത് നശിപ്പിച്ചു. കാലുകൾ വെട്ടി ഒടിച്ച് വിട്ടു എന്നാണ് പറയുന്നത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ വളരെ ചൈതന്യവത്തമായി നിലനിൽക്കുന്ന ക്ഷേത്രമെന്ന നിലയിൽ ഇതിന് നല്ല പ്രാധാന്യമുണ്ട്. ഗ്രാമത്തിൻ്റെ മധ്യഭാഗത്ത് ശ്രീ ശാരദാദേവിയുടെ നാമത്തിൽ രൂപീകൃതമായ ഭജനമഠമാണ് കല്ലറ ശ്രീ ശാരദാദേവി ക്ഷേത്രം. 83 വർഷങ്ങൾക്ക് മുമ്പ് സ്ഥാപിച്ച SNDP 121 നമ്പർ ശാഖായോഗത്തിന് കീഴിലുള്ള ദേവീക്ഷേത്രമാണ് ഇവിടെ കുടികൊള്ളുന്നത്. ആദ്യമായി ഒരു വിദ്യാദേവതയായ സരസ്വതി ദേവിയുടെ ഒരു ഫോട്ടോ വെച്ച് ആരാധന തുടങ്ങി. പിൽക്കാലത്ത് ക്ഷേത്രവും ചുറ്റമ്പലവും ഒക്കെ പണി കഴിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. വിദ്യാ ആരംഭം കുറിക്കുന്ന നവരാത്രി മഹോത്സവം ഇവിടെ പ്രമുഖ ശാന്തിമാർ ഉൾപ്പെടെ എഴുത്തിനെഴുത്ത് എന്നീ ചടങ്ങുകൾ കൊണ്ടും സമ്പുഷ്ടമാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഒരു സ്കൂളും ഈ ക്ഷേത്രത്തിനോടനുബന്ധിച്ച് പണിയാനായിട്ട് സാധിച്ചിട്ടുണ്ട്. നമ്മുടെ സബ് ജില്ലയിലെ ഏറ്റവും നല്ലൊരു സ്കൂളായി പ്രവർത്തിച്ചു വരുന്ന ഈ വിദ്യാലയത്തിൽ 486 കുട്ടികൾ അധ്യയനം നടത്തുന്നു.
LK UKG വിഭാഗങ്ങളിലായിട്ട് 75 കുട്ടികളും ഈ സ്കൂളിൽ അധ്യാപനം നടത്തി വരുന്നു. സ്കൂളിലെ പാഠ്യേതര പ്രവർത്തനങ്ങളിൽ മികവാർന്ന വിജയങ്ങൾ കരസ്ഥമാക്കാനും നമ്മളുടെ സ്കൂളിന് സാധിക്കുന്നു. കല്ലറ പഴയപള്ളി ഇടവകയിൽ ഉൾപ്പെട്ടിരുന്ന വടക്കേ കല്ലറ നിവാസികളായ 43 കുടുംബാംഗങ്ങളും കടുത്തുരുത്തി വലിയപള്ളി ഇടവകാംഗങ്ങളായ കബിക്കാട് നിവാസികളായ 29 വീട്ടുകാരും ഉൾപ്പെടെ 72 കുടുംബക്കാർ ചേർന്ന് 1933 മെയ് 28-ന് പരിശുദ്ധ വ്യാകുലമാതാവിൻ്റെ നാമധേയത്തിൽ പണി കഴിപ്പിച്ച് കൂദാശ കർമ്മം നിർവഹിച്ച ദേവാലയമാണ് കല്ലറ പുത്തൻപള്ളി. കൂടാതെ പെരിയാർകുളങ്ങര വനദുർഗ ക്ഷേത്രം, തീയത്ത് ധന്വന്തരി ക്ഷേത്രം, പെരുന്തുരുത്ത് ശാസ്താ ക്ഷേത്രം, ചോഴിക്കര മഹാദേവ ക്ഷേത്രം, സെൻറ് ജോൺസ് CSI ചർച്ച്, മണിയന്തുരുത്ത് പള്ളി എന്നീ ആരാധനാ ദേവാലയങ്ങളിലെ ദിവ്യ തേജസ് കല്ലറയെ നോക്കി പരിപാലിക്കുന്നു. കല്ലറ ഗ്രാമത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ മുഖ്യധാരയിലെത്തിക്കുന്നതിന് ഉതകുന്ന ഉയർന്ന വിദ്യാഭ്യാസം എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും നൽകി വരുന്നു. തുടർച്ചയായ 7-ാം വർഷവും 100% വിജയവും 10 A+ നേടി പാഠ്യേതര പ്രവർത്തനത്തിലൂടെ കല്ലറ സെൻറ് തോമസ് ഹൈസ്കൂൾ ഗ്രാമത്തിന് പൊൻതൂവൽ ചാർത്തി കേരളത്തിലെ മുൻനിര സ്കൂളുകളിൽ ഒന്നായി മാറി വിദേശ മലയാളികൾക്ക് അഭിമാനമായി നിലകൊള്ളുന്നു. 1955 UP സ്കൂളായിട്ട് ആരംഭിച്ച വിദ്യാലയമാണിത്. ഈ സ്കൂളിൻ്റെ ആദ്യത്തെ മാനേജർ റവറൻഡ് ഫാദർ മാത്യു കൊരട്ടിയിലായിരുന്നു. ആദ്യ വിദ്യാർത്ഥി അഡ്മിഷൻ നമ്പർ 1 ബഹുമാനപ്പെട്ട പഴക്കായി സൈമനച്ചനാണ്. 1976 പരേതനായിരുന്ന റവറൻഡ് ഫാദർ സ്റ്റീഫൻ നിരവത്തിൻ്റെ അശ്രാന്ത പരിശ്രമത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ഫലമായിട്ടാണ് ഇത് ഹൈസ്കൂളായിട്ട് ഉയർത്തപ്പെട്ടത്. ഈ വർഷത്തെ SSLC പരീക്ഷയിൽ 226 കുട്ടികൾ പരീക്ഷ എഴുതുകയും 226 കുട്ടികളും വിജയിക്കുകയും 10 കുട്ടികൾ ഫുൾ A+ നേടുകയും ചെയ്തു. സ്കൂളിൻ്റെ ഭൗതിക സാഹചര്യം വർദ്ധിപ്പിക്കുന്നതിൽ വളരെയേറെ വ്യക്തികൾ, ഈ നാട്ടുകാരായിട്ടുള്ള വ്യക്തികൾ വളരെയേറെ സംഭാവന ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും വിദേശ മലയാളികൾ ഈ സ്കൂളിന് വേണ്ടി ഒത്തിരി സംഭാവന ചെയ്തിട്ടുണ്ട്. കേരള സ്കൂൾ കലോത്സവത്തിലെ അവസാനത്തെ കലാപ്രതിഭ ശ്രീ രാഹുൽ ആർ നാഥ് ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. ഈ സ്കൂളിലെ അധ്യാപകനായ ശ്രീ KP രഘുനാഥിൻ്റെ മകനുമാണ്. 100% വിജയം 2-ാം വർഷവും നേടി കല്ലറ SMV NSS ഹയർ സെക്കൻഡറി സ്കൂൾ കല്ലറ ഗ്രാമത്തിന് തിലകക്കുറിയായി നിലകൊള്ളുന്നു. SKV ഗവൺമെൻറ് UP സ്കൂൾ പെരുന്തുരുത്ത്, ശ്രീ ശാരദാ വിലാസിനി UP സ്കൂൾ, ഗവൺമെൻറ് LP സ്കൂൾ, ഗവൺമെൻറ് HW LP സ്കൂൾ, സെൻറ് സാവിയോസ് LP സ്കൂൾ പറവന്തുരുത്ത്, സിസ്റ്റർ സാവിയോ പബ്ലിക് സ്കൂൾ എന്നിവർ കല്ലറയിലെ വിദ്യാഭ്യാസ പുരോഗതിക്കായി അക്ഷീണം പരിശ്രമിച്ചു മുന്നേറുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ്. തന്തിന്നോർത്താന തന തന്തിന്നാനേ തന്തിന്നോർത്താന തന തന്തിന്നാനേ തന്തിന്നോർത്താന തന തന്തിന്നാനേ തന്തിന്നോർത്താന തന തന്തിന്നാനേ